തിരുവനന്തപുരത്തെ മഴ എങ്ങനെയാണ് സുലേഖ ഇപ്പോൾ? അജിംഷാദ്, തിരുവനന്തപുരത്തിന്റെ നഗരത്തിലടക്കം മഴ തുടരുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇന്നലെ തൊട്ടാണ് സംസ്ഥാനത്ത് ഇത്തരത്തിൽ കാലവർഷം, ഒരു ഇടവേളയ്ക്ക് ശേഷം കാലവർഷം വീണ്ടും ശക്തമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. വടക്കൻ കേരള തീരത്തിന് സമീപത്ത് സ്ഥിതി ചെയ്യുന്ന ന്യൂനമർദ്ദ പാത്തിയുടെ സ്വാധീന ഫലമായാണ് ഇത്തരത്തിൽ മഴ തുടരുന്നൊരു സാഹചര്യം, കേരളത്തിൽ വീണ്ടും മഴ തുടരുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുള്ളതെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ് എന്ന് പറയുന്നത്. കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് പ്രകാരം 10 മണിയോടുകൂടി കാലാവസ്ഥാ വകുപ്പ് ഈ മഴ മുന്നറിയിപ്പിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. നിലവിൽ 6 ജില്ലകളിൽ യെല്ലോ അലേർട്ട് ആണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുള്ളത്. യെല്ലോ അലേർട്ട് എന്ന് പറയുന്ന സമയത്ത് ശക്തമായ മഴ ആണ് ഇത്തരത്തിൽ യെല്ലോ അലേർട്ട് കൊണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത്. അതിനൊപ്പം തന്നെ മറ്റ് 3 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് വടക്കൻ മേഖലകളിൽ ഇത്തരത്തിൽ മഴ ശക്തമാകുമെന്നുള്ളൊരു മുന്നറിയിപ്പ് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. കോഴിക്കോട്, കണ്ണൂർ, ഒപ്പം കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് അലേർട്ട്, അതിശക്തമായ മഴ ഉണ്ടാകുമെന്നുള്ളൊരു അറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. അതിനൊപ്പം തന്നെ തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം, തൃശൂർ, മലപ്പുറം, വയനാട് ജില്ലകളിൽ യെല്ലോ അലേർട്ട് തുടരുന്നൊരു സാഹചര്യമുണ്ട്. അതായത് ശക്തമായ മഴ ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പ് തുടരുന്നൊരു സാഹചര്യമുണ്ട്. അതിനൊപ്പം തന്നെ ഈ കടലാക്രമണ സാധ്യതയും ഉയർന്ന തിരമാല ജാഗ്രതാ നിർദ്ദേശവും കേന്ദ്ര സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രവും ഒപ്പം ദുരന്ത നിവാരണ അതോറിറ്റിയും നൽകുന്നുണ്ട്. എന്തായാലും ന്യൂനമർദ്ദ പാത്തി രൂപപ്പെട്ടൊരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ സംസ്ഥാനത്ത് വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം മഴ ശക്തമായിട്ടുള്ളൊരു മഴ അനുഭവപ്പെടുന്നത്. നിലവിൽ തിരുവനന്തപുരത്തിന് നഗരപ്രദേശങ്ങളിലടക്കം വലിയ രീതിയിലുള്ളൊരു മഴ തുടരുന്നൊരു സാഹചര്യമാണുള്ളത്. അജിംഷാദ്, തീർച്ചയായും മത്സ്യബന്ധനത്തിന് പോകുന്നവരടക്കം ശ്രദ്ധിക്കണം, ജാഗ്രത പുലർത്തണം എന്നുള്ളത് കൂടി മുന്നറിയിപ്പുകളിൽ പറയുന്നു. സുലേഖയാണ് തിരുവനന്തപുരത്ത് നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.